പശ്ചിമേഷ്യയിൽ സൈനിക താവളങ്ങൾ നീക്കുന്ന കാര്യം US പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. കുവൈറ്റിലെയും സൗദിയിലെയും സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ പദ്ധതി. ബഹ്റൈനിലെ നാവിക താവളത്തിൽ ഇറാനിയൻ ആക്രമണത്തിൽ വലിയ കേടുപാടുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിശദാംശങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ചേരുന്നത്. സെബാസ്റ്റ്യനിലേക്കാണ്. സെബാസ്റ്റ്യൻ, എന്തായാലും എന്താണിപ്പോൾ പുതിയ നീക്കങ്ങൾ? സ്വാതി, ഏറെ നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ വോൾ സ്ട്രീറ്റ് ജേണൽ പുറത്ത് വിട്ടിരിക്കുന്നത്. അതായത് ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ വ്യോമ നാവിക താവളങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള US നാവിക വ്യോമ താവളങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നുമില്ല എന്ന നിലയ്ക്കായിരുന്നു പെൻറ്റഗൺ നേരത്തെ പുറത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് ശരിയല്ല. ബഹ്റൈനിലുള്ള നാവിക താവളത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള, അതായത് സൗദി അറേബ്യയിലും കുവൈറ്റിലും അടക്കമുള്ള US സേനാ താവളങ്ങൾ നിലവിലുള്ള അവരുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പടിഞ്ഞാറേക്ക് മാറ്റി ഇറാൻ്റെ മിസൈൽ പരിധിയിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റുക, പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുകയല്ല, മറിച്ച് അവിടെയുള്ള അവിടുത്തെ മിലിറ്ററി മെഷർ കുറച്ചു കൊണ്ടുവരികയും കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ പരിഗണിക്കുകയാണ് എന്നാണ് വോൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്നത് ഫെബ്രുവരി മുതൽ ജൂൺ മാസം ഈ MOUയിൽ അവസാനിച്ച യുദ്ധകാലത്ത് അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാനിയൻ ആക്രമണം വലിയ പരിക്കുകളൊന്നും ഏൽപ്പിച്ചിരുന്നില്ല എന്ന നിലയ്ക്കുള്ള അമേരിക്കൻ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് കൂടിയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ തെളിയുന്നത്. ശരി സെബാസ്റ്റ്യൻ, എന്തായാലും പശ്ചിമേഷ്യൻ സൈനിക താവളങ്ങൾ നീക്കുന്ന കാര്യം US പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട്. കുവൈറ്റിലെയും സൗദിയിലെയും സൈനിക സാന്നിധ്യം കുറയ്ക്കാനാണ് പദ്ധതി. ആ വിവരങ്ങളാണ് അഗസ്റ്റ് സെബാസ്റ്റ്യൻ നൽകിയത്.